ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈശ്വരനെ ഇഷ്ടമാണ്, ഈശ്വരനെ എനിക്ക് വിശ്വാസമാണ് എന്ന് എല്ലാവരും പറയും. എന്നാൽ അഹമില്ലാതെ ഈശ്വരനെ വിളിച്ചാൽ ഈശ്വരൻ വിളി കേൾക്കും. ഈ സത്യം അങ്ങനെ ഇരിക്കെ ഭൗതിക ലോകത്ത് കുറച്ചെങ്കിലും അഹമുണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും പറയുന്നു കേട്ടിട്ടുണ്ട്. ഈ രണ്ട് സിദ്ധാന്തങ്ങളും എന്നിലൊരു കൺഫ്യൂഷൻ വരുത്തുന്നുണ്ടാവാം. അഹമില്ലാതെ ഈശ്വരനെ വിളിച്ചാൽ ഈശ്വരൻ കേൾക്കും, അഹമുണ്ടെങ്കിലേ ഭൗതിക ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലേത് സിദ്ധാന്തമാണ് എനിക്ക് പ്രയോജനം വരുന്നത്? അത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒന്നാണ്. എന്നിലുള്ള ഈ രണ്ട് സിദ്ധാന്തങ്ങളിൽ ഞാൻ മുൻഗണന കൊടുക്കേണ്ട സിദ്ധാന്തം എൻ്റെ കർമ്മത്തെ ഇല്ലാതാക്കുന്നതായിരിക്കണം. കർമ്മം കൂടുമ്പോൾ ഞാൻ കർമ്മബന്ധിതനാവുകയാണ്, അല്ലെങ്കിൽ കർമ്മപ്രാരാബ്ധം എന്നിൽ കൂടുകയാണ് എന്നുള്ള സിദ്ധാന്തം മാത്രമേ എനിക്ക് പ്രയോജനം വരികയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടാവണം. മരണസമയത്ത് ഈ സിദ്ധാന്തമേ നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. അഹങ്കരിക്കൂ എന്ന ഈ ഒരു ചിന്ത ഔദൂജി നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് രചിച്ചിട്ടുള്ളത്. ഈ ചിന്തയെ മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ നന്ദിയോടെ എന്ന് പറയുന്ന സ്ഥലത്താണ്. നന്ദിയോടെ എന്ന സ്ഥലത്തെ അദ്വൈതാശ്രമത്തിലെ സ്വാമി PKN ജിയാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ. നമസ്കാരം. നമസ്കാരം. ടോംജി, അങ്ങയുടെ ബാല്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഈ ഒരു ആധ്യാത്മിക ചിന്ത അങ്ങയിൽ വളർന്നു വന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഞാനൊരു ശാന്തി മന്ത്രം പറഞ്ഞു തുടങ്ങാം. ഓം ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. മലയാളത്തിൽ എല്ലാവരും സുഖിയായിരിക്കട്ടെ, എല്ലാവരും രോഗരഹിതരായിരിക്കട്ടെ, എല്ലാവരും നന്മകൾ കാണട്ടെ, ആരും ദുഃഖിതരാകരുത്. ഇതൊരു ശാന്തമന്ത്രം ആയി എടുത്താണ്. ഞങ്ങൾ ചോദ്യം ബാല്യമാണ്. ഇവിടെ ഈ സോഫയിലാണ് ഞാൻ ജനിച്ചത്. അന്നിവിടെ സോഫയായിരുന്നില്ല, ഈ സ്ഥലത്ത്. അപ്പം നന്ദിയോടെ എന്ന ഗ്രാമത്തിൽ ഈ ഇരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ജനിച്ചത്. അത് കഴിഞ്ഞു ആദ്യം പരിചയപ്പെട്ട ആൾ ആരാണ്? നമ്മുടെ അമ്മ തന്നെ. അമ്മയാണ് ആദ്യത്തെ ഗുരുവായിട്ട് കരുതിയിട്ടുള്ളത്. അമ്മ ഒരു ഝാൻസി റാണിയായിരുന്നു. കൈ നിറയെ വളയും കഴുത്ത് നിറയെ ആഭരണങ്ങളും അതുപോലെ തന്നെ പട്ട് സാരികളും എല്ലാ ശനിയും ഞായറും സിനിമയ്ക്ക് പോകുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് അമ്മ. അതാണ് കണ്ടു വളരുന്നത്. എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 11 വയസ്സ് സമയത്ത് അച്ഛൻ മരിച്ചു. അപ്പം അച്ഛനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ പാലക്കാട് ജില്ലയിലെ 10ൽ 1ാമത്തെ ഒരു പണക്കാരനായിരുന്നു. 300 ഏക്കർ കൃഷിയും 200 കന്നുകാലികളും 500 ആടും അതുപോലെ കോഴിയും താറാവും ഒക്കെ ഉള്ള ഒരാളാണ് അച്ഛൻ. അച്ഛൻ മരിക്കുന്നത് 11 വയസ്സ് ഉള്ള സമയത്താണ്. അച്ഛൻ മരിച്ച ശേഷം അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പോലും അറിയില്ല. അതായത് പാചകം പോലും ചെയ്തിട്ടില്ല. പണിക്കാരാണ് പാചകം ചെയ്യുന്നത്. ഒന്നും അറിയില്ല, എന്താ ചെയ്യണമെന്നറിയില്ല.
പത്രം വായിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ അച്ഛൻ. അതായത് എഴുത്തും വായനയൊന്നുമില്ല, 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഗുസ്തിയാണ് അമ്മ. അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്നു. അമ്മയെ കാണുന്നുണ്ട് ഇതെല്ലാം. അമ്മ ഒരു സന്യാസിനിയായി മാറുന്നു, വെള്ള സാരി എടുത്ത് ഉടുക്കുന്നു, താലി പൊട്ടിക്കുന്നു. ഒരു അമ്മയുടെ ഇതാണ് ഈ രുദ്രാക്ഷം. അതെടുത്ത് കഴുത്തിലിടുന്നു. 40 വയസ്സാണെന്ന് തോന്നുന്നു ആ സമയത്ത് അമ്മയ്ക്ക്. അമ്മയും അച്ഛനും തമ്മിലുള്ള വ്യത്യാസം 25 വയസ്സാണ്. അച്ഛൻ്റെ 2ാം ഭാര്യയാണ് അമ്മ. അങ്ങനെ അമ്മയ്ക്കറിയില്ല എവിടെയാണ് സ്വത്തുള്ളത്, എത്രയാണ് അച്ഛൻ്റെ പേർക്ക് സ്വത്തുള്ളത്, എവിടെയൊക്കെയാണെന്നൊന്നും അറിയില്ല. 300 ഏക്കർ ഉണ്ടെന്നറിയാം. അദ്ദേഹം ഒരു സൂട്ട് കേസ് നിറയെ പണവും കൊണ്ടാണ് ലേലത്തിന് പോയതാണ്. അവിടുന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതാണെന്നും അറിയാം. അങ്ങനെ അമ്മ അന്വേഷണം തുടങ്ങി, എവിടെയാണ് അച്ഛൻ്റെ സ്വത്തുള്ളത്. അങ്ങനെ ചങ്ങാതിമാരുടെ വീടുകളിലും എനിക്ക് പോകാൻ ഭാഗ്യമുണ്ടായി. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ ചങ്ങാതിമാരുടെ വീടുകളിലും അവിടെ പോയിരുന്ന് ചായ കുടിക്കലും ഭക്ഷണം കഴിക്കലും വർത്തമാനം പറയലും, പതുക്കെ കോടതികളും പോലീസ് സ്റ്റേഷനുകളും ഹൈക്കോടതി അടക്കം. അങ്ങനെയാണ് അറിയുന്നത് അച്ഛൻ്റെ സ്വത്തൊന്നുമില്ല. ഇപ്പം എല്ലാം ബാങ്കുകൾ ജപ്തി ചെയ്ത് പോയി കഴിഞ്ഞു. അമ്മയെ അറിയിച്ചിട്ട് പോലുമില്ല. അച്ഛന് 60 ഏക്കർ മാങ്ങാത്തോട്ടം 30,000 രൂപയ്ക്കാണ് പോകുന്നത്. 60 ഏക്കർ മാങ്ങാത്തോട്ടം. അങ്ങനെ അച്ഛൻ്റെ അതായത് മാനേജർമാരും തൊഴിലാളികളും എല്ലാവരും അച്ഛനെ പറ്റിച്ചു. അവസാനം അമ്മ കണ്ടെത്തി. 2 വർഷം എടുത്തു. കുട്ടികളുടെ പേർക്കൊരു 10 ഏക്കർ എഴുതി വെച്ചിട്ടുണ്ട്. അത് അമ്മ കണ്ടെത്തി 2 വർഷം കൊണ്ട്. അത് കണ്ടെത്തിയതിന് ശേഷം ഇവിടുന്ന് ആ സ്ഥലത്തേക്ക് എത്തി ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഒരു പുതിയ വഴിത്തിരിവായി. അപ്പോൾ അമ്മയും അച്ഛനുമാണ് എൻ്റെ ആദ്യത്തെ ഗുരുക്കൾ. പിന്നെ പറയാനുള്ളത് അപ്പൂപ്പനാണ്. അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ സ്നേഹം, കരുണ, ആ ഒരു ധൈര്യം. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളുടെ പണി ചെയ്യും. ആരോടും ഒരു പൈസ പോലും വാങ്ങിക്കില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരവസ്ഥ. അതൊക്കെയാണ് അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ. അച്ഛനിൽ നിന്ന് പഠിച്ചതോ ബിസിനസ് തന്ത്രങ്ങൾ, കോടാനുകോടി ഉണ്ടാക്കാനുള്ള ആ ഒരു രജസ്, കൃഷി. അതായത് നമ്മൾ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അച്ഛൻ കൃഷിയിൽ വല്ലാത്തൊരു ഇതായിരുന്നു. മാങ്ങയും തേങ്ങയും നെല്ലും എല്ലാ താറാവും ആടും കോഴിയൊക്കെ ആയിട്ട്. അതാണ് അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ. അപ്പൂപ്പൻ അതുപോലെ ഒരു അവധൂതനായിരുന്നു അപ്പൂപ്പൻ. അപ്പോൾ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ വരുമ്പോൾ അമ്മ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇയാളുടെ ദേഹം മുഴുവൻ എന്താ പറയുക, തുടച്ച് ചളി അങ്ങനെ എടുത്ത് കളയുന്നതും പുതിയ ഡ്രസ്സ് കൊടുക്കുന്നതും. അവധൂതൻ പുതിയ ഡ്രസ്സ് ഇടില്ല, ഇട്ട് തന്നെ ഇട്ടു കിട്ടിയത് കൊണ്ട് കഴിക്കും. ഏതെങ്കിലും മരത്തിൻ്റെ തണലിൽ ഉറങ്ങും. അങ്ങനെ അവധൂത ഇതിനെപ്പറ്റി പഠിക്കുന്നത് മുത്തശ്ശൻ്റെ നിന്നാണ്. അത് കഴിഞ്ഞ് പതുക്കെ കോളേജ് സ്കൂളെത്തി. 10ാം ക്ലാസ്സിൽ വരെ പഠിപ്പിച്ച 8ാം ക്ലാസ്സിൽ തന്നെ ഒരു അധ്യാപകൻ പറഞ്ഞു, നീ സ്മാർട്ടാണല്ലോ, നീ ഞങ്ങളുടെ കൂടെ ചേര്, നീ കണക്കിൽ അഗ്രഗണ്യനാണല്ലോ. അദ്ദേഹം കണ്ടെത്തി. അത് തന്നെയാണ് സ്മാർട്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ സ്കൂളിലെ എന്താ പറയുക, കലാതിലകം എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അദ്ദേഹം അത് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ട്യൂഷനൊന്നും പോകാതെ സ്കൂളിൽ നല്ല മാർക്കോടെ 10ാം ക്ലാസ് പാസ്സായി. +2 പോകാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്ന രീതിയിലാണ് പോകുന്നത്. +1 പോയി, +2 മാത്സ് എടുത്തു. അദ്ദേഹം പറഞ്ഞു എൻജിനീയറിങ്ങിന് പോകും. അപ്പം അമ്മ പറഞ്ഞു, നീ എന്തിനാ എൻജിനീയറിങ്ങിന് പോകണം, നീ മൂത്ത മോനല്ലേ, നീയല്ലേ ഇതെല്ലാം നന്ദിയോടെ ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാം ചെയ്യേണ്ടത്, നീ എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ യാത്ര ചെയ്യേണ്ടി വരില്ലേ? ഇതായിരുന്നു അമ്മയുടെ ചോദ്യം. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ എൻജിനീയർ ആവുന്നില്ല, പിന്നെന്ത് ചെയ്യും? ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ശരി. അപ്പോൾ മാഷ് പറഞ്ഞു, ശരി, നീ എൻജിനീയർ ആവണ്ട, BSc മാത്സിന് കയറിക്കോ. അങ്ങനെ BSc മാത്സിലോട്ട് കയറുകയാണ്. എല്ലാവരും നിയമങ്ങളാണ്.
ബേസിക് മാത്സിലെത്തുന്നു, NCCയിൽ പോകുന്നു, NCC രാജ്പത്ത് മാർച്ചിന് പോകുന്നു. അപ്പം നമ്മൾ പോകുന്ന മേഖലയിൽ ഒന്നാമനാവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. NCCയിൽ രാജ്പത്ത് മാർച്ചിന് പോയി കേരളത്തിലെ കണ്ടിജൻ, NCC കേരള കണ്ടിജനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പ്രൈം മിനിസ്റ്റർ റാലി, അതുപോലെ രാജ്പത്ത് മാർച്ച്, അങ്ങനെ 20 വയസ്സായപ്പോൾ വിചാരിച്ചു ഇന്ത്യൻ ആർമിയിൽ കയറും. അങ്ങനെ 20 വയസ്സാകുമ്പോൾ ഒരു നിമിത്തം പോലെ അവസരങ്ങൾ എന്നൊരു മാസികയിൽ നിന്ന് ഒരു 2 വരി കണ്ടു. തിരുവനന്തപുരത്തെത്തുക, ആർമിയിൽ ടീച്ചറാവാം, ഗ്രാജുവേഷനാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞങ്ങൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ സമയമാണ്. അത് ഇറങ്ങി ആ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇതാണ് കാണുന്നത് അവസരങ്ങൾ. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് തിരുവനന്തപുരം എത്തുന്നത്. അമ്മ പറഞ്ഞു, പോകണ്ട, നീ എന്തിനാ പോകുന്നത്, നീ മൂത്ത മോനല്ലേ, എനിക്ക് പോകണം. അങ്ങനെ തിരുവനന്തപുരം എത്തി, ആർമിയിൽ ജോയിൻ ചെയ്തു. ആർമി എഡ്യൂക്കേഷൻ കോറിൽ അധ്യാപകനായിരുന്നു. ആ അധ്യാപക വൃത്തി ഒരു മൂശ മുളയ്ക്കാത്ത അധ്യാപകനായിരുന്നു ഇറക്കാലം. 8 വർഷം ചെയ്തു. അപ്പം മനസ്സിലായി ഇതല്ല നമ്മുടെ നിയോഗം. ആർമി മോണോട്ടണസ് ജോബാണ്, അവർ പറയുന്നത് കേൾക്കണം, 1-2 മണിക്കൂറേ പണിയുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആർമി വിടാം. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ ആർമിയിലോട്ട് കയറ്റി, ഞാൻ ആർമി വിട്ടു. അപ്പോൾ അവിടെ എഴുതി കൊടുത്തു, എനിക്ക് ആർമി വിടണം, ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വോളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്തു 8 വർഷം കഴിഞ്ഞപ്പോൾ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ബാംഗ്ലൂരിലോട്ട് പോയാൽ പുതിയ ജോലിയിലൊക്കെ കയറാമെന്നൊരു ആശയം വന്നു. ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിലെത്തിയപ്പോഴാണ് എൻ്റെ ഭാര്യയെ കിട്ടുന്നത്, വിനിത. വിനിത വന്നതിന് ശേഷം അടിക്കടി മാറ്റമാണ്. കല്യാണം കഴിഞ്ഞ് ഒരു 6-7 മാസത്തിനകം പാസ്പോർട്ട് പോലും ഇല്ലാത്ത എനിക്ക് ഒമാനിൽ ജോലി കിട്ടി. 5000 രൂപയായിരുന്നു ആദ്യത്തെ ശമ്പളം. അത് പതുക്കെ 5000-ൽ നിന്ന് 13,000, 50,000, 2 ലക്ഷവും. അവസാനം ഒമാനിൽ നിന്ന് വാങ്ങിയ ശമ്പളം 5 ലക്ഷം രൂപയാണ് മാസം. അതിന് ടോപ്പ് ലെവലിലെത്തി, ഒരു ബിസിനസ് ഹെഡായി മാറി. അപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ തലേ ദിവസം അമ്മ വിളിച്ചിരുന്നു, പറഞ്ഞു, നീ എന്തിനാണ് ഒമാനിൽ കഷ്ടപ്പെടുന്നത്? ഇതാണ് അമ്മയുടെ ചോദ്യം. എന്താ നിന്റെ ലക്ഷ്യം? വെറുതെ ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിച്ചൂടെ? നീ എന്തിനാ ഭാര്യയുമായിട്ട് പിണങ്ങുന്നത്? നിങ്ങൾ സന്തോഷമായിട്ട് സ്നേഹമായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലേ? ഇന്ന് തലേ ദിവസം ഇതുവരെ വിളിക്കാത്ത അമ്മ ഒരു ടെലിപ്പതി പോലെ, ഒരു സന്ദേശം പോലെ അവിടെ പറയുന്നത്. അമ്മ മരിച്ച് അപ്പം തന്നെ ഇവിടെ വന്നു. അങ്ങനെ 5 കുട്ടികളാണ് ഞങ്ങൾ. പറയപ്പെട്ട പന്തിരി വരെ പോലെ ഒരു സ്റ്റോറിയാണ്. 7 പേര് മരിച്ചു. അമ്മയ്ക്ക് 8ാമത്തെ മോനാണ് ഞാൻ. ഞാനുണ്ടാവാൻ വേണ്ടി അച്ഛൻ സായിബാബയുടെ ഭക്തനായി മാറി. അതുവരെ നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ നിരീശ്വരവാദിയായ അച്ഛൻ സായിബാബയുടെ ഭക്തനായി മാറി. അപ്പോൾ ബാംഗ്ലൂർ പുട്ടവർത്തി സായിബാബയെ കാണാൻ പോയപ്പോൾ സായിബാബ വായിന്ന് അങ്ങനെ ഒരു മോതിരം എടുത്ത് കൊടുത്ത ഇതാണ് അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത്. അങ്ങനെ മോതിരം എടുത്ത് കൊടുത്തു. മോതിരം ഇട്ടുകൊണ്ട് 1-2 വർഷം കഴിഞ്ഞു. എന്നിട്ടും കുട്ടികളൊന്നും ഉണ്ടായില്ല. സായിബാബയുടെ ഭക്തി പോയി. അത് കഴിഞ്ഞ് ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങി. ഭക്തനായി അച്ഛൻ. അങ്ങനെ ശബരിമലയ്ക്ക് പോയി. 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത്, 8ാമത്തെ മോനായിട്ട്. 7 കുട്ടികൾ മരിച്ചു. പിന്നെ എനിക്ക് ശേഷം 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഈ 2 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ 2ാമൻ, 3ാമൻ, 4ാമൻ, അങ്ങനെ 4 പേരുണ്ടായി ഞങ്ങൾ. അപ്പം ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സംസാരവും തലേദിവസമാണ് വിളിക്കുന്നത്. അതുവരെ ഫോണിൽ സംസാരിച്ചിട്ടില്ല, അവിടെ വിളിച്ചിട്ടില്ല. അപ്പം ഒമാനിൽ നിന്ന് ഒരു തിരിച്ചു പോക്ക് നടത്തിയാലോ എന്ന് വിചാരിച്ചു. ഈ പ്രോപ്പർട്ടിയൊക്കെ അനുജന്മാർക്കൊക്കെ വീതിച്ചിരുന്നു. അപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ വീതിച്ചു കൊടുത്തപ്പോൾ ഈ ഉള്ളവന് കിട്ടിയത് ഈ 16 സെൻറ്റാണ്. ഏറ്റവും ചെറിയ അനുജന് 2 ഏക്കർ, മറ്റേ അനുജന് അങ്ങനെ ഓരോ പ്രോപ്പർട്ടികൾ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഉള്ളവന് ഒരു 16 സെൻറ്റ് കിട്ടി. അതൊരു ഓടിട്ട വീടായിരുന്നു. അതാണ് ഉൾവിളി തുടങ്ങുന്നത്. ഇത് 19 വർഷം മുമ്പത്തെ കഥയാണ്. അങ്ങനെ ഒമാനിൽ നിന്ന് പതുക്കെ ഒരു 5 ലക്ഷം വാങ്ങിക്കൊണ്ടിരുന്ന ആ ജോബിനേക്കാളും ബെറ്റർ ഓഫർ
അത്രയും ശമ്പളം ഇന്ത്യയിൽ തന്നെ തരാമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഒമാനിൽ ജോലി വേണ്ടെന്ന് വെച്ചു. അതുവരെ കുട്ടികളൊക്കെ ജനിച്ചത് ഒമാനിലാണ്. രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടിയൊക്കെ ജനിക്കുന്നത്, എനിക്ക് 3 കുട്ടികളാണ്, 3 ആൺപിള്ളേരാണ്. അവർ ജനിക്കുന്നതൊക്കെ ഒമാനിലാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഒമാനിൽ നിന്ന് നാഗ്പൂർ കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കായിരുന്നു ഈ പ്രകൃതി. ഒമാനിൽ നിന്ന് നാഗ്പൂർ വന്നു, നാഗ്പൂരിൽ നിന്ന് കോയമ്പത്തൂർ വന്നു, കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വന്നു. പ്രൊമോഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. 18 മണിക്കൂർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആകെ 4-5 മണിക്കൂർ ഉറങ്ങും. അതും ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്, കിടന്നുകൊണ്ട് ലാപ്ടോപ്പ്. പണ്ട് ഒരു ദിവസം കമ്പനിയിൽ നിന്ന് വീണു, BP ഹൈയായി. ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഹോസ്പിറ്റലുകാർ ഒരു നല്ലൊരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജീവിതം ശൈലി മാറ്റണം, അല്ലാതെ നിങ്ങൾക്ക് വേറെ മാർഗമൊന്നുമില്ല, അസുഖമൊന്നുമില്ല. ജീവിതശൈലി മാറിയില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പോകും. അതായിരുന്നു അയാളുടെ ഉദ്ദേശം. അങ്ങനെ അത് മാറി, എല്ലാം മതിയാക്കി നന്ദിയോട്ടേക്ക് തിരിച്ചു വന്നു. ആ ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു. അങ്ങനെ ടേണുകൾ വന്ന് ആർമിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഒമാനിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെയും വന്ന് നന്ദിയോട്ടേക്ക് തിരിച്ചെത്തി. 14 വർഷം മുമ്പ് 14 വർഷം മുമ്പ് നന്ദിയോട്ട് തിരിച്ചെത്തിയപ്പോൾ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു കയ്യിൽ. സേവിങ്സ് ഒരുപാടുണ്ടായിരുന്നു. ആ സേവിങ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി ഇവിടെ തുടങ്ങി. പക്ഷെ അതായിരുന്നില്ല നിയോഗം. ആ കമ്പനി 6-7-8 മാസം കൊണ്ട് പൂട്ടേണ്ടി വന്നു. എല്ലാ ബിസിനസ്സുകളും തകർന്നു. ഇപ്പോൾ ഒരു വലിയൊരു മഴ വന്നു. വീട്ടിൻ്റെ പുറകുവശത്ത് ഒരു മാവുണ്ടായിരുന്നു. ആ മാവും കടപുഴകി വീണു. വീടും തകർന്നു. അങ്ങനെ വീടും തകർന്നു. അതുപോലെ പൈസയൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് ബാങ്ക്രപ്റ്റസി ആയി. കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ വിറ്റു, മോതിരമടക്കം. ഈ രുദ്രാക്ഷത്തിലെ സ്വർണവും വിറ്റു. അമ്മയുടെ ഇതാണത്. ഇതിലുണ്ടായിരുന്ന സ്വർണ്ണമടക്കം വിറ്റു. അങ്ങനെയാണ് അടുത്ത ടേണിംഗ് പോയിന്റ്. മാവ് വീണ സ്ഥലത്ത് ഒരു കുഴി കിട്ടി. ആ കുഴിയിൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനായി. ശരി, JCB കൊണ്ടുവന്ന് തോണ്ടി. ഇത് 13 വർഷം മുമ്പത്തെ കഥയാണ്. അപ്പം JCB കൊണ്ടുവന്ന് തോണ്ടി വലിയ കുഴി കിട്ടി. ആ കുഴിയിൽ വെള്ളം നിറച്ച് മീൻ നിക്ഷേപിച്ചു. ഇനി എന്ത് ചെയ്യും, വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലോ. അങ്ങനെ അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു, അത് ഒരുപാട് മീനുകളെ കൊന്നു, മീൻ വളർത്താൻ തുടങ്ങി. പതുക്കെ അത് ഒരു ദിവസം ഒരു സ്റ്റോറിയായി മാറി. അതായത് 2 സെൻറ്റിലെ കൃഷി വിപ്ലവം. 2 സെൻറ്റിൽ, അതായത് വളരെ കുറഞ്ഞ സ്ഥലത്ത് പോലും അവനവന് ആവശ്യമുള്ള ഭക്ഷണം ഉൽപ്പാദിക്കാൻ നമുക്ക് കഴിയും. 300 ഏക്കറിൻ്റെ ആവശ്യമില്ല. ആ ഒരു ഉൾവിളി കിട്ടി. കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്ത് അവനവൻ്റെ ആവശ്യം കൃഷി ചെയ്തെടുക്കുക എന്നുള്ളത് പഠിച്ചു. അത് പത്രങ്ങളും മാസികകളും TV ചാനലുകളും ഒക്കെ ഏറ്റെടുത്തു. അതങ്ങോട്ട് പ്രചരിക്കാൻ തുടങ്ങി. ഈയുള്ളവനെ ഫാദർ ഓഫ് ഇന്ത്യൻ അക്വാപോണിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ കൃഷി രീതി കേരളം മുഴുവൻ പ്രചരിപ്പിച്ചു. തമിഴ്നാടും ആന്ധ്രയും കർണാടകയും മറ്റുള്ള രാജ്യങ്ങളിൽ വരെ എത്തി. ഒമാനിലും അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 1,10,00,000 രൂപ ചിലവാക്കി ഈ ബിൽഡിംഗ് കെട്ടുന്നത്. ഇത് കെട്ടിയിട്ട് 4 വർഷമായി. 4 വർഷം മുമ്പത്തെ കഥയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ 1,10,00,000 രൂപ ചിലവാക്കി കെട്ടിയ ഈ ബിൽഡിങ്ങിൽ താമസം തുടങ്ങി. മുടിയൊക്കെ സ്റ്റൈലായി, കളറൊക്കെ അടിച്ച് സുന്ദരക്കുട്ടപ്പനായി നടക്കുന്നൊരു സ്റ്റൈലാണ്. അത് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞു. വന്ന് ചായ വാമിയൊക്കെ കഴിഞ്ഞു. 1 മാസം വന്നാണ്. 10 ദിവസം എനിക്ക് ഓർമ്മ വരുന്നില്ല, 10 1 മാസം. അങ്ങനെ 10 ദിവസം ഉറങ്ങിയില്ല. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. 10 ദിവസം ഉറങ്ങിയില്ല. 11ാമത്തെ ദിവസം അനുജൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്താ ഉറങ്ങാത്തത്? ഉറക്കം വരുന്നില്ല. ആരോഗ്യമുണ്ട്, ഒരു പ്രശ്നമില്ല, ബോഡിക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെയാണ് ഡോക്ടർ ചോദിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 4 ദിവസം ഗുളിക കഴിച്ച് ഉറങ്ങാം, 5ാമത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ നോക്കാം. അങ്ങനെ 5ാമത്തെ ദിവസം
4 ദിവസം ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങി. 5-ാം ദിവസം 4 മണിക്ക് കൃത്യം 4:30 എണീറ്റു. എന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്തു, നിങ്ങൾ എന്നെ സ്വാമിയാക്കി. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. 3.5 വർഷം മുമ്പ് ഓഗസ്റ്റ് മാസം 24-ാം തീയതി നിങ്ങൾ എന്നെ സ്വാമിയാക്കി. ഇതാണ് അനൗൺസ്മെൻറ്റ്. അങ്ങനെയാണ് ഞാൻ സ്വാമിയായത്. അത് കഴിഞ്ഞ് അന്ന് തന്നെ ബാർബർ ഷോപ്പിൻ്റെ അടുത്ത് പോയി മുടി വെട്ടി. പിന്നെ എന്താ ചെയ്യേണ്ടത് വന്ന് ആലോചിക്കാൻ തുടങ്ങി. സ്വാമിയായി എന്തെങ്കിലും ചെയ്യണ്ടേ. അങ്ങനെ ആത്മബോധം വന്നതിന് ശേഷം പതുക്കെ മുണ്ട് വെള്ള ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കളർ മാറ്റണമെന്നായി. നീല, കാവി, ചുവപ്പ് ഇതൊക്കെയായിരുന്നു ചർച്ചകളിൽ വന്നത്. ഓരോന്നും ഓരോ കളറും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് എടുത്തിരിക്കുകയാണല്ലോ ഇപ്പം. അതുകൊണ്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇന്ന് വന്നതല്ലേ, നമ്മുടെ ഋഷിമാരുടെ പാരമ്പര്യം, അതായത് 5000 വർഷം മുമ്പ്, അതാണ് സാഫ്രൻ. അതിനെ പൊളിറ്റിസൈസ് ചെയ്തത് ഇപ്പോൾ കുറച്ചടുത്തല്ലേ സാഫ്രൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ സാഫ്രൻ മുണ്ട് ശീലമായി. സാഫ്രൻ മുണ്ട് എടുക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ മാറ്റം വരുത്തിയത് ചെരുപ്പിടാതെ നടക്കാൻ തുടങ്ങി. പിന്നെ മാറ്റം വരുത്തി പതുക്കെ പതുക്കെ പ്രകൃതി ജീവനത്തിലോട്ടെത്തി. പ്രകൃതി ജീവനം, ഭക്ഷണം പഠിച്ചു. ഭക്ഷണ രീതികളെല്ലാം മാറ്റി പ്രകൃതി ജീവനമാക്കി. ഈ കഴിഞ്ഞ 3.5 വർഷത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ ആത്മബോധം വന്നതിന് ശേഷം ചെയ്തത്, എൻ്റെ കുട്ടികൾ 3 പേർക്ക് മാത്രമാണല്ലോ നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചത്. അത് എല്ലാ കുട്ടികൾക്കും ആയിക്കോട്ടെ. നാരായണ ഹോം സ്കൂളിൻ്റെ വിപുലപ്പെടുത്തി. ഇപ്പം അതിലൊരുപാട് കുട്ടികൾ നാരായണ ഹോം സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവരെ കലാമേഖലയിലും കായിക മേഖലയിലും അതുപോലെ അക്കാദമിക്സ്, ആർട്സ്, അത്ലറ്റിക്സ് എന്നുള്ള രീതിയിൽ പരിശീലനങ്ങളും യോഗയും എയറോബിക്സും തുടങ്ങി. ഈ അടുത്താണ് സൈക്ലിംഗ് തുടങ്ങിയത്. അതായത് 2 വർഷം മുമ്പാണ്. ക്രോസ് കൺട്രി സൈക്ലിംഗ് എന്നാണ് പറയുക. ക്രോസ് കൺട്രി സൈക്ലിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം, ആഗോളതാപനം, സൈക്കിളാണ് ഒറ്റമൂലി. ഇതായിരുന്നു മുദ്രാവാക്യം 1-2 വർഷം. അപ്പോൾ അതിൽ കേരളത്തിലെ മൊത്തം സൈക്ലിസ്റ്റുകളെ ഏകോപിപ്പിക്കാനും അവർക്ക് വേണ്ടി റാലികളും മത്സരങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ ഇവിടെ അദ്വൈതാശ്രമത്തിന് കഴിഞ്ഞു. അപ്പോൾ അദ്വൈതാശ്രമം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയായിരുന്നു 3 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അദ്വൈതാശ്രമം മറ്റുള്ള അദ്വൈതാശ്രമങ്ങൾ പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ദീക്ഷ എടുത്തിട്ടില്ല. ദീക്ഷ എടുക്കണമെന്നുള്ളത് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ദീക്ഷ എടുക്കാതെ തന്നെ ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തെരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നു ആത്മീയ ജീവിതം ദീക്ഷ എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ദീക്ഷ എടുത്താൽ മാത്രമേ ഒരു സ്വാമിയാവുള്ളൂ അല്ലെങ്കിൽ സന്യാസിയാവുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് എൻ്റെ വാദം. കുടുംബജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, ഗൃഹസ്ഥനായിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മാനസിക ചിന്തകളെ നമുക്ക് ഹൃദയത്തിലോട്ട് കൊണ്ടുവരാൻ കഴിയും. ആ ഒരു ഏകോപനം വന്നു കഴിഞ്ഞാൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. നമുക്കതാണല്ലോ വേണ്ടത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മാറ്റം ഉണ്ടായത്. ബാല്യകാലങ്ങളിൽ നിന്നും എന്ത് മാറ്റമാണ് ഈ സ്വാമി വിക്കാനുണ്ടായതെന്ന് ചോദിച്ചാൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പം കഴിഞ്ഞ 6 മാസമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഭഗവത്ഗീത വായിച്ചു. മലയാളത്തിലും വായിച്ചു, ഇംഗ്ലീഷിലും വായിച്ചു. ഇത് അമ്മയുടെ പുസ്തകങ്ങളാണ് എടുത്ത് വായിക്കുന്നത്. അമ്മ അദ്വൈതനായിരുന്നു. അപ്പോൾ അമ്മയുടെ ഹോബിയായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് സിനിമ കൊട്ടാരങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന അമ്മയുടെ ഹോബി പിന്നെ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യലായിരുന്നു. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും പോവും. ചോറ്റാനിക്കര, മൂകാംബിക, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, തൃപ്രയാർ, വൈക്കം,
മധുരൈ, പഴനി, ഇതൊക്കെ എന്നെയും കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ എന്താ പറയുക, അമ്പലങ്ങളുമായിട്ടുള്ള ബന്ധം വരുന്നത്. എല്ലാ പുസ്തകങ്ങളും അവിടെ ഉണ്ട്. ഭഗവത്ഗീതയിൽ നിന്ന് തുടങ്ങി. ഭഗവത്ഗീത മലയാളം വായിച്ചു, ഇംഗ്ലീഷ് വായിച്ചു. പിന്നെ വായിച്ചത് വ്യാധഗീത, മലയാളം വായിച്ചു, ഇംഗ്ലീഷ് വായിച്ചു. ഇപ്പോൾ അഷ്ടവക്ര ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നു, മലയാളം ഇംഗ്ലീഷ് വായിക്കും. ഇനി അത് കഴിഞ്ഞ് എന്താണ് വായിക്കുന്നുള്ളത് ഓരോ സമയത്തെ മൂഡ് പോലെ 2-3 മാസം ഒരു ഗ്രന്ഥം എടുത്ത് വായിക്കും, ശ്രവണം ചെയ്യും. അതുപോലെ തന്നെ മനനം ചെയ്യും, നിധിധ്യാസനം ചെയ്യും, പലരുമായിട്ടും ചർച്ച ചെയ്യും, ഡിബേറ്റ് ചെയ്യും. എന്നിട്ടാണ് ഈ ദർശന സ്റ്റേജിലേക്ക് പലരും എത്തുന്നത്. നമ്മൾ തിരിച്ചാണ് പോകുന്നത്. ദർശന സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ് ഈ ശ്രവണവും മനനവും നിധിധ്യാസനവും ഒക്കെ ഇപ്പം ചെയ്യുന്നത്. ഒന്നും അറിയില്ല. അതായത് ഋഷിമാരുപയോഗിക്കുന്ന ശാസ്ത്രീയ ടെർമിനോളജികളും ഈ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതല്ല നമ്മൾ പറയുന്നത്. അതാണ് വ്യത്യാസം. അതൊക്കെയാണ് വ്യത്യാസം. സ്വാമിജി, ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ടല്ലോ. അപ്പം അന്ന് ഈ ബോധോദയം ആ ഒരു ഇത് ലഭിച്ചതിന് ശേഷമാണ് ഒരു മാറി ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത്. ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിരുന്ന അങ്ങ് പിന്നീട് ആ ഒരു ഹൃദയത്തിൽ നിന്നുമാണ് പിന്നെ എല്ലാം ഈ ലോകത്തെ കാണുന്നത് തന്നെ. ഒരു സേവനമാണോ അങ്ങയുടെ ആധ്യാത്മിക ലക്ഷ്യം എന്ന് പറയുന്നത്? വളരെ നല്ല ചോദ്യം. ലക്ഷ്യം എന്ന് പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷ്യം ഇന്ത്യൻ ആർമിയിൽ ടീച്ചറായിരുന്ന സമയത്തും, അതുപോലെ ബാംഗ്ലൂരിൽ വന്ന ഒരു ആർമി വിട്ട് വന്നപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെ പേര് മാർഗദർശി എന്നായിരുന്നു. ഇത് തുടങ്ങിയത് 30 വർഷം മുമ്പാണ്. മാർഗദർശി എന്നാണ് മൂത്ത മോന് ആദർശ് എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ മാർഗദർശി, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാത്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് രക്തത്തിനകത്തുള്ളത്. അത് ആ ഡിവിനിറ്റി പുറത്തെടുക്കാൻ കഴിഞ്ഞു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ഡിവിനിറ്റി, നമുക്ക് എന്ത് ഈ ലോകത്ത് ചെയ്യാൻ കഴിയും, അത് എന്താണെന്ന് മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരണം. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ജീവിതോദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈയിടെ കഴിഞ്ഞു. അതായത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെറുപ്പം മുതൽ നമ്മുടെ ബോധമണ്ഡലത്തിലുള്ള അറിവുകൾ അവിടെ മാത്രം വയ്ക്കാതെ മറ്റുള്ളവർക്ക് കൂടി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമായിട്ട് വന്നത്. അപ്പോൾ മാനവ സേവ തന്നെയാണ് മാധവ സേവ. മാധവ സേവ എന്നൊന്നില്ല, മാനവ സേവയേ ഉള്ളൂ. പരോപകാരം ചെയ്താലേ പുണ്യം കിട്ടുള്ളൂ. അല്ലാതെ അവനവന് വേണ്ടി പേരും പ്രശസ്തിയും പണവും മണ്ണും പെണ്ണും പൊന്നും, ആ ഫോർച്യൂൺസ് അല്ലേ, നെയിം, ഫെയിം, ഫോർച്യൂൺസ്. ആ ഫോർച്യൂണിലാണ് മണ്ണ്, പെണ്ണ്, പൊന്ന്, അല്ലെങ്കിൽ പിന്നെ കീർത്തി, സ്റ്റാറ്റസ്. മരിച്ച ശേഷം നമ്മൾ ആരെങ്കിലും ഓർമ്മിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബോണ്ടേജസിലാണല്ലോ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോയി. അപ്പോൾ നമ്മൾ പേരിനും പ്രശസ്തിക്കും പൊന്നിനും മണ്ണിനും പെണ്ണിനും വേണ്ടി അല്ല നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടതെന്നുള്ള ബോധം, വലിയൊരു ബോധം. അതാണ് വ്യത്യാസം. അപ്പം മറ്റുള്ളവരെ സേവനം ചെയ്യുക, എന്തെല്ലാം മാർഗത്തിൽ ചെയ്യാം, അവിടെയാണ് നമ്മൾ ഇപ്പം കഴിഞ്ഞ 4 മാസമായി പറയുന്ന കാര്യം ആത്മപരിവർത്തന പ്രസ്ഥാനം. അപ്പോൾ ആത്മപരിവർത്തന പ്രസ്ഥാനം വരണമെങ്കിൽ, ഒരു 19 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആത്മപരിവർത്തനം വരണമെങ്കിൽ സ്വയം വിചാരിക്കണം. മറ്റുള്ളവരെ നിർബന്ധിച്ചുകൊണ്ടോ പുസ്തകത്തിലൂടെയോ ഒരു ഗുരുക്കന്മാരിലൂടെയോ ആത്മപരിവർത്തനം നടക്കില്ല. സ്വയം പരിവർത്തിതമാവണം. അത് വരണമെങ്കിൽ അവർ ശ്രവണം ചെയ്യണം. അപ്പോൾ ശ്രവണം ചെയ്യണം. എന്ത് ശ്രവണം ചെയ്യണം? പുരാണ ഗ്രന്ഥങ്ങളോ അതുപോലുള്ള ഗുരുക്കന്മാർ പറഞ്ഞ വാചകങ്ങളോ അതെല്ലാം വായെടുത്ത് വായിക്കണം. വായിച്ചതിന് ശേഷം അത് മനസ്സിലാക്കണം, മനനം ചെയ്യണം. മനനം ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ജഡ്ജ്മെൻറ്റ്, റാഷണൽ തിങ്ക് ചെയ്യണം. അപ്പം നിധിധ്യാസനമാവും. ഇത് 3 ചെയ്തൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ദർശനം കിട്ടുള്ളൂ. അതൊക്കെ ഷോർട്ട് കട്ടൊന്നും അല്ലല്ലോ ദർശനം കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും കിട്ടാതെ ദർശനം വന്നത് ഇതിൻ്റെ
പൊരുളെന്താണെന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് സ്വയം വായിക്കാൻ ശ്രമിക്കുന്നത്. സ്വാധ്യായമാണ് ചെയ്യുന്നത്. നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയല്ല വായിക്കുന്നത്, നമുക്ക് അറിയാൻ വേണ്ടിയും അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വായിക്കുന്നത്, ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്. അതെ. അപ്പം ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആഹാരം കഴിക്കാൻ പഠിപ്പിക്കുക. ഒന്ന്, ആഹാരം കഴിക്കാൻ, പ്രകൃതി ജീവനം, നല്ല ഭക്ഷണം കഴിക്കാൻ, ആഹാരം ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ചെറിയ സ്ഥലങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. വലിയ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ കഴിയും. പിന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. അപ്പോൾ സൈക്ലിംഗ് വേണം, അല്ലെങ്കിൽ എയറോബിക്സ് വേണം, നീന്തലോ നടത്തമോ ഓട്ടമോ ചാട്ടമോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ആരോഗ്യത്തോടെ ഈ ആത്മാവ് ഇവിടെ ഈ ശരീരത്തിൽ നിൽക്കുള്ളൂ. അപ്പോൾ യോഗ എയറോബിക്സ് വേണം. യോഗ എയറോബിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യോഗയും എയറോബിക്സും. എയറോബിക്സിനകത്ത് സൈക്ലിങ്ങും നടത്തവും ഒക്കെ, യോഗ കുറച്ച് നേരം, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ വേണം. മാർഗങ്ങൾ നിരവധി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഇൻ്റഗ്രേറ്റഡ് സമഗ്രമായ ഒരു മാർഗമില്ല. എല്ലാവരും ബിറ്റ്സ് ആൻഡ് പീസസ്, കുറച്ച് ഫ്രാഗ്മെൻറ്റഡ് കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ സമഗ്രമായ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ആധ്യാത്മിക ഗുരുക്കൾ വളരെ വിരളമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൽ ഇത് 3 ശ്രദ്ധിക്കുന്നു: ആഹാരം, ആരോഗ്യം, ആത്മീയത. ആത്മീയത മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മളുള്ളതാണ് വ്യത്യാസം. അതെ. ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇപ്പം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം എന്തെങ്കിലും വ്യത്യാസം അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് 5000 വർഷം മുമ്പിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. 5000 വർഷം മുമ്പ് വേദവ്യാസനൊക്കെ എഴുതുന്ന സമയത്ത്, മഹാഭാരതമൊക്കെ എഴുതുന്ന സമയത്ത്, അതിനു മുമ്പ് വേദങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ആരും എഴുതിയിട്ടില്ലല്ലോ, വാമൊഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാമൊഴിയിലൂടെ മൂത്ത മോന് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, ശിഷ്യനടക്കം പറഞ്ഞു കൊടുക്കില്ല. മൂത്ത മോന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ വേദവ്യാസന് 100 മക്കളുണ്ടായിരുന്നു അത്രേ, അത് ശുഗന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഈ നോളജ്. അങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടാണ് വാമൊഴി വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് എഴുത്ത് ഭാഷ ആയതിനു ശേഷം അത് ഓലകളിലും സംസ്കൃതമൊക്കെ വന്നതിന് ശേഷം ഓലകളിലൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ കണ്ടിട്ടുള്ളത് മൂലഗ്രന്ഥങ്ങളിൽ നിന്ന്, അതായത് ശ്രുതികളിൽ നിന്ന് സ്മൃതികൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. സ്മൃതികൾ അവരത് കറക്റ്റാക്കാൻ, ഒരു വ്യത്യാസം പോലും വരുത്താതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ. ശ്രുതികൾ ഒരു അക്ഷര പിശകോ ഒരു കോമയോ കുത്തോ ഇല്ലാതെയാണ് ശ്രുതികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ മാറ്റം വരുത്താൻ ഒരാൾക്കും അധികാരമില്ല. അതുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം പറഞ്ഞു കൊടുത്തത് ശ്രുതികൾ. പക്ഷെ സ്മൃതികൾ അങ്ങനെയല്ല. പതുക്കെ അതിനകത്ത് വ്യാഖ്യാനങ്ങൾ കയറിക്കൂടി. ശങ്കരാചാര്യർ എഴുതി, ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ഉണ്ടാക്കി. ശങ്കരാചാര്യർക്ക് ശേഷം വന്ന കൃതികളിൽ ശങ്കരാചാര്യർ എഴുതിയതിന് വ്യാഖ്യാനങ്ങളുണ്ട്, കുറേ 100,000 വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഈയുള്ള വായിച്ച ഗ്രന്ഥം ഏറ്റവും ആധികാരികമായ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹം അത് ഡോക്ടർ LR രവിവർമ്മയുടെ, അദ്ദേഹം ശങ്കരാചാര്യരുടെയും മറ്റുള്ള സമകാലിക ഗുരുക്കന്മാരുടെയും ഒക്കെ ഭഗവത്ഗീതയുടെ സാരാംശം കളക്ട് ചെയ്തുകൊണ്ട് അത് സമ്മറിയാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ സമകാലിക റൈറ്റേഴ്സ് അത് എഴുതുന്ന സമയത്ത് സോഴ്സ് പറയണമെന്നാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അത് പറയണം. അതാണ് ശാസ്ത്രീയ രീതി. അല്ലാതെ എവിടെന്നെങ്കിലും ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോഴേക്കും അത് നമ്മുടെ ഇൻഫർമേഷൻ ആക്കിയിട്ട് പറയുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ വളച്ചൊടിക്കപ്പെടും. സോഴ്സ് ഇന്നതാണ്, അതായത് ഇന്ന അധ്യായം ഇന്ന നമ്പർ എന്നാണ് ഇതെടുത്തിട്ടുള്ളത്, അതിൻ്റെ അർത്ഥം വിശകലനം ഇതാണ്, വ്യാഖ്യാനം ഇതാണ്, നിർവചനം ഇതാണെന്ന് പറഞ്ഞതിന് ശേഷം ഇനി എൻ്റെ വിശദീകരണം എന്ന് പറയുന്നതിൽ രസമുണ്ട്. അല്ലാതെ വിശദീകരണം എടുത്തിട്ട് വിശദീകരണം മാത്രം പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും.
അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അത് തെറ്റല്ല, പക്ഷെ പുതിയ സാധകർക്ക് ന്യൂജനിന് ആവശ്യം ഇതിൻ്റെ ഓരോ അറിവിൻ്റെയും ഓരോ പുസ്തകത്തിൻ്റെയും സ്രോതസ് തന്നെയാണ്. അതിൻ്റെ വിശദീകരണമല്ല. വിശദീകരണം വേണം തീർച്ചയായിട്ടും, അർത്ഥം പലർക്കും അറിയില്ല. അപ്പം അതിന് വളച്ചൊടിക്കാതെ ഏത് ഗ്രന്ഥങ്ങളിൽ നിന്നാണ്, ഏത് ഉപനിഷത്തിൻ്റെയാണ്, ഏത് വേദത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, ശ്രുതികളിൽ നിന്ന് പ്രത്യേകിച്ച് ശ്രുതികളുടെ അത് കുറച്ചിട്ട് സ്മൃതികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് ന്യൂജനിന് ഒരുപാട് ഉപകരിക്കും. ഈ കൺഫ്യൂഷനും ഉത്കണ്ഠയും അല്ലെങ്കിൽ ആകാംക്ഷകളും ക്യൂരിയോസിറ്റിയൊക്കെ ആണല്ലോ അവർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങേക്ക് ഒരു ദർശനം കിട്ടിയതിന് ശേഷമാണ് നിങ്ങൊന്ന് മാറി ചിന്തിക്കാനും കൂടുതൽ പഠിക്കാനും ആധ്യാത്മികതയിലേക്കും ആ ഒരു കാഴ്ചപ്പാടൊക്കെ വന്നത്. അപ്പം അതിനുശേഷം അങ്ങ് ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോഴും അതിൻ്റെ തത്വം എന്താണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നതെന്നെല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഈ ഇങ്ങനെ ഒരു ദർശനം കിട്ടിയിട്ടുള്ളവരാണെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇതെങ്ങനെയായിരിക്കും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് വളരെ എളുപ്പമാണ്. കാരണം നമ്മളിവിടെ ഒന്നും നമ്മുടെ ചിന്തയിൽ നിന്ന് ഒന്നും പറയുന്നില്ല, നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ശ്രവണത്തിലൂടെ വായിക്കുന്നു, അതിനെപ്പറ്റി വായിച്ചതിന് ശേഷം അർത്ഥം ഗ്രഹിക്കുന്നു, നിധിധ്യാസനം ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ ദർശനവുമായിട്ട് നമുക്കറിയാം ഇത് പൊരുത്തപ്പെടുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോഴാണ് ആ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വായിക്കുന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ ദർശനവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് അഭിനവ ഇപ്പോഴത്തെ കുറേ എഴുത്തുകാരുടെ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. നമ്മൾ കുറേ ഈ മഠങ്ങളിൽ പോയി, പക്ഷെ നമുക്ക് അവരുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. കാരണം അവരുദ്ദേശിക്കുന്നതല്ല, അവരുടെ ദർശനമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് വ്യത്യാസം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ വായനാശീലവും പരന്ന വായനയും ഒക്കെ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കാര്യത്തിൻ്റെ ആധികാരികത അറിയുന്നത്. അപ്പം നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാണ്. യുവജനങ്ങൾക്ക് ഒന്നും അറിയില്ല. അപ്പോൾ യുവജനങ്ങൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ഗോൾ 19 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് 40-45 വയസ്സിന് കുറവുള്ളവരുമാണ് പ്രധാന ഗോൾ. ആ പ്രായത്തിലാണ് ഇവരുടെ, നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ വായിക്കുന്ന പോലെ സത്വ ഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രജസ് സുപ്രീമിലേക്കൊക്കെ എത്തുന്ന സമയമാണ് ഈ പീരീഡ്, 40-45 വയസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ രജസ് പ്രവർത്തിക്കുന്ന സമയത്ത് അതുകൊണ്ട് രജസിക ഗുണം കൊണ്ട് നല്ലതാണെന്നും താമസ് ഗുണം ചീത്തയാണെന്നും ഒക്കെ കരുതി തമസ് തെറ്റാണ് എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ താമസിക ഗുണവും അതുപോലെ രാജസിക ഗുണവും സത്വഗുണവും എല്ലാവരിലും ഉണ്ട് എന്നുള്ള സത്യം നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ എല്ലാം ഉണ്ട്. സത്വമുണ്ട്, രജസമുണ്ട്, തമസ്സുണ്ട്. ആ ഉണ്ടെന്നുള്ള ബോധം തന്നെയാണ് ജ്ഞാനം. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാൻ താല്പര്യമില്ല, മടി വരുന്നു, അല്ലെങ്കിൽ ഉറക്കം വരുന്നു, തോന്നുന്നു കഴിഞ്ഞാൽ ശരീരം ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ തമസ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും മനോഹരമായിരിക്കണം, എത്ര ഭംഗിയായിരിക്കണം, അത് രജസിൻ്റെ പ്രസരമാണത്. ഒന്നും ചെയ്യണ്ട, എനിക്ക് ഗുഹയിൽ പോയി ഒരു അവധൂതനായാൽ മതി എന്ന് ചിന്തിക്കുന്നത് സ്വത്വഗുണമാണത്. രജസ് അവിടെ കാണുന്നില്ല. ശരിക്കും നല്ലതാണ്. 100% സത്വഗുണം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ഗുഹയിൽ പോയിട്ട് തപസ്സിരിക്കണം, ഒരു പ്രവൃത്തിയും ചെയ്യാൻ ഉള്ള നമുക്ക് കഴിയില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ രജസ് നമുക്കുണ്ട്. അത് ജ്ഞാനികൾക്കും ആ രജസ് കാണിക്കേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മൾ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോൾ പെട്ടെന്ന് ഏൽക്കും എന്നാണ് കരുതുന്നത്. ഉത്തരം കിട്ടിയ സ്വാമിജി, ഞങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരു പരന്ന വായന ശീലമാക്കിയ ഒരു വ്യക്തിയാണെന്ന്. അപ്പം അതിൽ അങ്ങേ ഇൻഫ്ലുവൻസ് ചെയ്ത
ഏതെങ്കിലും ഒരു തത്വചിന്തയോ ഒരു കോട്ടോ അതിൻ്റെ ഒരു ആശയം നമുക്കൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായും പെട്ടെന്ന് ഓടി വരുന്നത് ഭഗവത്ഗീതയിലെ കർമ്മണ്ണോ ആധികാരിസ്ഥേ മാ ഫലേഷു കദാചന. അവനവൻ്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ഫലത്തിൽ ഇച്ഛിക്കരുത്. അത് കണ്ടുപിടിക്കൽ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പർപ്പസ് ഓഫ് ലൈഫ്. നമ്മുടെ മാനവ സേവ ചെയ്യാനുള്ള അത് തന്നെയാണല്ലോ മാധവസേവ. മാനവസേവയാണല്ലോ മാധവസേവ. അപ്പോൾ നമ്മൾ ജീവിത ലക്ഷ്യം എന്താണ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരമായിരിക്കും, എപ്പോഴും സ്വസ്ഥമായിരിക്കും. നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റേഷനിലൂടെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് കിട്ടിയില്ലെങ്കിൽ മനപ്രയാസവും ഫെയിലിയറും ഒക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലൈനാണത് ഭഗവത്ഗീതയിലെ ഈ വേദവ്യാസൻ എഴുതിയ കൃഷ്ണൻ പറഞ്ഞ ഈ ഒരു വാചകം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ. ഇപ്പം ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിനിടയിൽ തന്നെ കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൗൺസിലിംഗ് മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വളരെ നല്ല ചോദ്യം. ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എന്തെങ്കിലും കൂടുതൽ പഠിക്കണം തോന്നിയത്. ആ പഠിക്കണം തോന്നിയപ്പോഴാണ് അണ്ണാമല യൂണിവേഴ്സിറ്റി പോയിട്ട് സൈക്കോളജി പഠിക്കുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി. BSc മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി എടുക്കുന്നത് അപൂർവമാണ്. അപ്പോൾ തന്നെ മനസ്സിലായത് മറ്റൊരാളുടെ മനസ്സ് നമുക്ക് പഠിക്കണമെങ്കിൽ, അവരെ സന്തോഷമാക്കണമെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞാലേ നമുക്ക് സന്തോഷമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സൈക്കോളജി എന്ന ഒരു പഠന ശാഖ മൈൻഡിനെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രസകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ അത് പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന നമ്മുടെ യുവജനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ മനസ്സ് തന്നെയാണ്. അവർക്ക് മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. ബാഹ്യ ലോകത്തിൽ അടിമപ്പെട്ടു പോകുന്നു, അടിമകളാകുന്നു. അപ്പം ഞാൻ കരുതി സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് പകരം ആത്മീയ കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ആത്മീയ കൗൺസിലിംഗ് എന്താണ്? ആത്മാവ് അറിയില്ല പലർക്കും. ആത്മീയത എന്താണെന്നറിയില്ല. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആത്മീയത എന്താണ്? ആത്മാവ് എന്താണ്? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ഭഗവത്ഗീത വായിക്കണം എന്ന് പറയുന്നത്? അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് എന്ന് മനസ്സിലായി. ആത്മീയത ആരും ചെയ്യുന്നില്ല. ഇവൻ 50 വയസ്സ് 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സായാലും അവർക്ക് ആത്മീയത ലൈൻ കിട്ടിയിട്ടില്ല, ആ കണക്ഷൻ കിട്ടിയിട്ടില്ല. വീട്ടിലാരുമില്ല, എല്ലാവരും മൂഷിക ഓട്ട മത്സരത്തിലാണ്, ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോഴേക്കും വേറൊന്ന് കഴിയുമ്പോഴേക്കും ഇങ്ങനെ. അപ്പോൾ ആ ഹെഡോണിക് ട്രെഡ്മില്ലിൻ്റെ ആ ചക്രത്തിലാണ് ഈ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് ആത്മീയ കൗൺസിലിംഗ് നടത്തണമെന്ന് 2 വർഷം മുമ്പാണ് തോന്നിയത്. അപ്പോൾ 2 വർഷം മുമ്പ് മുതലാണ് ചെയ്തത്. അപ്പോൾ ആത്മീയ കൗൺസിലിങ്ങിന് വളരെ കുറച്ച് പേരേ വരുന്നുള്ളൂ. അവർ വന്ന് അവരുടെ പ്രശ്നം പറയും. അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നം മുഴുവൻ കേട്ടതിന് ശേഷം ആത്മീയ ലൈനിൽ അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് സൈക്കോളജി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെ. നമ്മളപ്പോൾ ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ 90 മിനിറ്റ് യോഗ എറബിക്സ്. അപ്പം അതിൽ അരമണിക്കൂർ സൈക്ലിംഗ്, അരമണിക്കൂർ യോഗ, അരമണിക്കൂർ മെഡിറ്റേഷൻ. അത് നിരന്തരമായിട്ട് ഇവിടെ വരുന്നവർക്കാണ് അത് ചെയ്യുന്നത്. അതിന് ഇവിടെ വരണം. നമ്മൾ ഓൺലൈൻ പ്രോഗ്രാമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടെ പണിയിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആണ് ഈ STM, അതായത് ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൻ്റെ ഭാഷണങ്ങളുള്ളത്. അതെന്നും മുടങ്ങാതെ അരമണിക്കൂർ നേരം അപ്പോൾ ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ടത്. അപ്പോൾ അതും സ്വാധ്യായം ചെയ്യുന്നത് ഓൺലൈനിലാണ് ചെയ്യുന്നത്. സ്വാധ്യായം ചെയ്യലും അതിൻ്റെ മനസ്സിലാക്കലും ഓൺലൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലരും കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ ആത്മീയ കൗൺസിലിംഗ് ഇപ്പോൾ ഇടയിൽ തുടങ്ങിയതാണ്.
മുമ്പ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ആത്മീയ കൗൺസിലിങ്ങിലൂടെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇവിടെ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമ്മളിപ്പോൾ 100 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സത്സംഗ് ചെയ്തു കഴിഞ്ഞാൽ ആരെന്ത് കേട്ടു, എന്ത് മനസ്സിലാക്കി, ആര് അപ്ലൈ ചെയ്തു പ്രാക്ടിക്കലായിട്ട്, ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ അവിടെയാണ് തോന്നിയത് നമുക്ക് 50 പേരെ 100 പേരെ വെച്ച് സത്സംഗിൽ വിശ്വാസമില്ല. കാരണം എല്ലാവരും ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി സത്സംഗിന് പോകുന്നു, അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആത്മീയ കൗൺസിലിങ്ങിൽ 1-on-1 സത്സംഗമാണ്. അപ്പോൾ അത് എഫക്റ്റീവാണ്. അപ്പോൾ ഒരാൾ ഇന്ന് സത്സംഗം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നാളെയും വരും, മറ്റന്നാളും വരും. അവർക്ക് ആ ഒരു ദർശനം കിട്ടുന്നത് വരെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആര് വന്നാലും ദർശനമാണ്. അപ്പോൾ ആര് വന്നാലും നമ്മൾ സന്തോഷമായിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടും. 3-4 സത്സംഗം കഴിയുമ്പോഴേക്കും അവർക്ക് അവരുടെ പ്രശ്നം സോൾവ് ആവും. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എല്ലാ സത്സംഗിനും വന്ന ആൾക്കാരുണ്ട്, ഒരു പ്രോഗ്രാമിന് വന്നവരുണ്ട്, 2 വന്നവരുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതെ. പിന്നെ ചെയ്യുന്നത് യോഗ എറബിക്സ്, ഇത് ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൻ്റെ ഭാഷണങ്ങൾ, ആത്മീയ കൗൺസിലിംഗ്, പിന്നെ നാരായണ ഹോം സ്കൂൾ, കൃഷി പഠിപ്പിക്കൽ, പ്രകൃതി ജീവനം, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാരായണ ഹോം സ്കൂൾ എന്ന് പറഞ്ഞല്ലോ, അതെ. അത് അതിനെ കുറച്ചുകൂടെ കൂടുതൽ വിശദമായിട്ട് പറയാമോ? എന്താണ് അതിന്റെ പ്രവർത്തനം? തീർച്ചയായിട്ടും. നാരായണൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ നാരായണ ഹോം സ്കൂൾ അങ്ങനെയാണ് തുടങ്ങിയത്. നാരായണ ഹോം സ്കൂൾ തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് മലയാളം അറിയില്ലായിരുന്നു. അപ്പോൾ സ്വന്തം കുട്ടികൾക്ക് വീട്ടിലിരുന്ന് നമ്മൾ പഠിപ്പിക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് സ്കൂളുകളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കുട്ടികൾക്കൊന്നും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് പല ഭാഗത്തും യാത്ര ചെയ്ത് തിരിച്ചു നാട്ടിലേക്ക് വന്നതുകൊണ്ട് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഹോം സ്കൂൾ കൺസെപ്റ്റ് വരുന്നത്. അമേരിക്കയിലാണ് ഹോം സ്കൂൾ ഏറ്റവും കൂടുതലുള്ളത്. ഹോം സ്കൂളിൽ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിയുടെ കഴിവനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. സ്കൂൾ സിസ്റ്റത്തിൽ അത് സാധിക്കില്ല. സ്കൂൾ സിസ്റ്റത്തിൽ 30, 40, 50, 60, 80 കുട്ടികളുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ. അപ്പോൾ ഒരു ടീച്ചർക്ക് 10 പേരെയോ 15 പേരെയോ പോലും ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരുപാട് പേര് പിന്നോട്ട് പോകും. മലയാളം അറിയാത്ത 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഹോം സ്കൂൾ സിസ്റ്റത്തിൽ 1, 2, 3 പേരും നമ്മുടെ പണ്ട് കാലത്തെ ഗുരുകുല സിസ്റ്റമാണത്. എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൻപുറത്തെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ മാത്രം കണ്ടെത്തി അവർക്ക് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 42 കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതലേ റിക്രൂട്ട് ചെയ്യുള്ളൂ, 10ാം ക്ലാസ് വരെയാണ്. 12ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്വാധ്യായമായി, അവർ സ്വയം പഠിക്കണം. പിന്നെ നമ്മൾ പഠിപ്പിക്കില്ല 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇവിടെ. അങ്ങനെ പോകുന്നുണ്ട്. ഹോം സ്കൂള് പല ഭാഗങ്ങളിലും വരണം. പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമുള്ള അറ്റൻഷൻ കിട്ടണം. അതിനുള്ള കേന്ദ്രങ്ങൾ നിറയെ ഉണ്ടാവണം. അതെ. അതിന്റെ ഒരു കരിക്കുലം എങ്ങനെയാണ് വരുന്നത്? കുട്ടികൾക്ക് എന്തായിരിക്കും ഇവിടെ പഠിപ്പിക്കാൻ? ഇത് മൂല്യം അധിഷ്ഠിതമായിട്ടുള്ള എന്തായിരിക്കും? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ളത് ഒന്ന് കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ കരിക്കുലവും CBSE കരിക്കുലവും 2 കരിക്കുലവുമാണ് ഉള്ളത്. ICSE ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഈ രണ്ടിന്നും കുട്ടികൾ വരും, CBSE നിന്നും വരും, ഇതൊന്നും വരും. പക്ഷെ നോളജിന് സ്റ്റാൻഡേർഡ് ഇല്ല. ശരിക്കും നമ്മൾ നോളജ് പരിശോധിക്കുകയാണെങ്കിൽ നോളജ് കിട്ടിയവന് 2 CBSE ആണെങ്കിലും സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിലും പാസ്സാകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഒരു നോളജ് കേന്ദ്രീകൃത എഡ്യൂക്കേഷനാണ്, അല്ലാതെ മാർക്സിന് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ മാർക്സിന് വേണ്ടി പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. റാങ്ക് കിട്ടണം, അല്ലെങ്കിൽ സ്കോർ കിട്ടണം, അല്ലെങ്കിൽ IITക്ക് വേണ്ടി പഠിക്കണം, നീറ്റിന് വേണ്ടി പഠിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറണം പതുക്കെ. വീണ്ടും അങ്ങയുടെ ആ ഒരു ദർശനാനുഭവത്തിലേക്ക് വരികയാണ്. അത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് അങ്ങയുടെ ലൈഫിൽ ഉള്ളതുകൊണ്ടാണ് വീണ്ടും അത് എടുത്ത് ചോദിക്കുന്നത്. അങ്ങ് കുറച്ച് നാൾ ഉറങ്ങാതിരുന്നു എന്ന് പറയുന്നു. പിന്നെ
ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് അങ്ങേക്ക് ആ ഒരു ദർശനം കിട്ടുന്നത്. ആ ദർശനം എന്താണെന്ന് നമ്മളോട് പങ്കുവയ്ക്കാമോ? ശരിക്കും പറഞ്ഞാൽ ഈ ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരാണ്, ഹു ആർ യു എന്ന ക്വസ്റ്റ്യന് ഉത്തരം തന്നെയാണ്. നമ്മൾ നമ്മുടെ മനസ്സാണോ, നമ്മൾ നമ്മുടെ ശരീരമാണോ, അതോ ഈ ശരീരമല്ല ഈ മനസ്സുമല്ല അല്ലാതെ വേറെന്തോ ആണോ എന്നൊക്കെയായിരുന്നു തോന്നിയത്. അതാണ് ഉറക്കം കിട്ടാതെ പോയത്. ഈ ദർശനം കിട്ടിയത് നമ്മൾ ഈ മനസ്സുമല്ല ഈ ശരീരമല്ല, ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. അതൊരു പുല്ലാണെങ്കിലും ഒരു പൂവാണെങ്കിലും ഒരു ചെടിയാണെങ്കിലും ഒരു കിളിയാണെങ്കിലും ഒരു മാനാണെങ്കിലും മയിലാണെങ്കിലും മനുഷ്യകുലമാണെങ്കിലും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ മനസ്സിലായത് 0.01% നമ്മൾ മനുഷ്യകുലമുള്ളൂ. ശാസ്ത്രീയ അറിവുകളുടെ പിൻബലമുള്ളതുകൊണ്ട് 99.99% ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ ഉള്ള ഇതെല്ലാം മനുഷ്യരല്ല, മറ്റുള്ള ജീവികളാണ്. അവരെങ്ങനെ ജീവിക്കുന്നു? അവിടെയാണ് ചിന്ത വരുന്നത്. അപ്പം അവരെങ്ങനെ ജീവിക്കുന്നത്, ആരാണ് അവരെ നയിക്കുന്നത്? നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ ഇപ്പോൾ വായിച്ച് മനസ്സിലാക്കിയതാണ്, ഒരു പേരാലിൻ്റെ അല്ലെങ്കിൽ അരയാലിൻ്റെ ഒരു ഇല പോലും ഇളകണമെങ്കിൽ പരമാത്മാവ് അറിയാതെ ഇളകില്ലെന്നാണ് പറയുന്നത്. ഒരു ഇല പോലും ഇളകില്ല. അപ്പം ആ പരമാത്മാവ് തന്നെയാണ് നമ്മൾ. അപ്പം അതാണ് ഈ ബോധം എന്ന് പറഞ്ഞാൽ, ഈ ശുദ്ധ ബോധം. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, പൂർണ്ണനാണ്, നമുക്ക് വേറെ ഒന്നും നേടേണ്ടതില്ല, അങ്ങനെയിരിക്കുക, ആരെയും ബോധിപ്പിക്കേണ്ടതില്ല, ഓടേണ്ടതില്ല, സന്തോഷമായിട്ടിരിക്കാം, സ്വസ്ഥമായിട്ടിരിക്കാം. ഈ ബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സാണ് അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ചിന്തകളാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ആ മനസ്സ് പറയുന്ന രീതിയിൽ എംപ്റ്റി മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പോലെ ആ ഡെവിളായിട്ട് വർക്ക് ചെയ്യും മൈൻഡ്. അപ്പോൾ അതിനെ മാറ്റി തലയിൽ നിന്ന് പതുക്കെ ഹൃദയത്തിലോട്ട് മാറ്റി സ്ഥാപിക്കണം ഈ ചിന്തയെ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടും. ഹൃദയത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ, മനസ്സിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടില്ല. അത് ഒരു ഗ്രന്ഥത്തിൽ നിന്നും കിട്ടില്ല, ഒരു ഗുരുവിൽ നിന്നും കിട്ടില്ല. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ഞാൻ ഇന്നത്തെ കൗൺസിലിംഗ് പറഞ്ഞാണ്, ഹനുമാൻ്റെ ഹൃദയം വലിച്ചു പൊളിക്കുന്നുണ്ടല്ലോ. ഹനുമാൻ്റെ ഹൃദയം വലിച്ചു പൊളിക്കുമ്പോൾ എന്താ അവിടെ കാണുന്നത്? രാമൻ്റെയും സീതയുടെയും ചിത്രമാണ്. അപ്പം ഞാൻ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ വലിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ കാണുക? ഒന്നുമില്ലെന്നാണ് ആ ഉത്തരം. അതിനകത്ത് ഒന്നുമില്ലെന്ന്, അതാണ് ഉത്തരം ഒരാൾ പറഞ്ഞത്. അവർക്ക് ഓം എന്ന് ഉച്ചരിക്കാൻ പോലും അറിയില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല. തത്വമസി എന്താണെന്ന് അറിയില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല. ഗായത്രി മന്ത്രം അറിയില്ല, ഒന്നും അറിയില്ല. ആധ്യാത്മികതയുടെ ഒരു ബാലപാഠം പോലും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഭഗവത്ഗീത കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കണം എന്നാണ് ഞാനൊരു ലെറ്റർ എഴുതിയത് നരേന്ദ്രമോദിക്ക്, ഇമെയിൽ അയച്ചു ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഭഗവത്ഗീത കമ്പൽസറി ആക്കണം. അല്ലാതെ ഈ ചണ്ടി ഭണ്ഡാരം, ഈ ആവശ്യമില്ലാത്ത ജങ്ക് നോളജ് ഈ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് എന്ത് കാര്യം? ആധ്യാത്മികത പഠിപ്പിക്കണം. അതെ. ശേഷം ഈ ഒരു ദർശനത്തിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പിന്നെ കണ്ട ഈ കാഴ്ചപ്പാട്, ഈ ലോകത്തെ കണ്ട കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമായിരുന്നു. അപ്പം ഈ ഒരു മാറ്റം അങ്ങയുടെ കൂടെയുള്ളവർ അംഗീകരിച്ചിരുന്നു? ആദ്യം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു, ഷോക്കായിരുന്നു. പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും ആദ്യം ഷോക്കായിരുന്നു. പിന്നെ കുട്ടികൾക്കും ഷോക്കായിരുന്നു. ഒരാഴ്ചയോളം എടുത്തു ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ, എന്താ പറയുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതായത് എൻ്റെ കുട്ടികൾ, ഈ 3 കുട്ടികൾ മാത്രമല്ലല്ലോ എൻ്റെ കുട്ടികൾ, ഈ ലോകത്തുള്ള എല്ലാ കുട്ടികളും എൻ്റെ കുട്ടികളല്ലേ.
ആ ചെറിയ ചെറിയ അങ്ങനെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ എവിടെ ഓടിപ്പോകുന്നില്ലൊന്നുമില്ല, ദേഷ്യം എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. പിന്നെ അത് 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇയാൾക്ക് ഒരു വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ആൾ കുറച്ചുകൂടെ മാന്യനായി. മുമ്പ് ദേഷ്യപ്പെട്ട് ഏത് സമയവും ഭാര്യയായിട്ട് പിണങ്ങുമായിരുന്ന ആൾ ഇപ്പോൾ ശാന്തനായി ഭാര്യയോട് സ്വന്തം ആത്മാവിനെ പോലെയാണ് വർത്താനം പറയുന്നത്. ആ പിണക്കം മാറി, കോപം മാറി, ദേഷ്യം വരുന്നത് പോയി. അപ്പോൾ സുഹൃത്തുക്കൾ അന്തം വിട്ട് പോയി. എന്ത് പറ്റി, ഏത് സമയം ക്രിറ്റിസിസം ആയിരുന്നല്ലോ, ഇപ്പോൾ ഒരു മൈൽഡ് ആയിട്ടാണല്ലോ മാറിയിട്ടുള്ളത്. അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ചില കൂട്ടുകാർ ഇനിയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചില കൂട്ടുകാർ 3.5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് നമ്മളെ ഒരു സ്വാമിയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതായത് 30-40 വർഷമായിട്ട് കാണുന്ന രൂപമാണിത്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വിജയിനെ വിളിക്കുള്ളൂ, വിജയകുമാറിനെ വിളിക്കുള്ളൂ, വിജയകുമാർ നാരായണനെ വിളിക്കുള്ളൂ, സ്വാമിയെ വിളിക്കില്ല എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അത് അവരുടെ അറിവില്ലായ്മയാണ്. അവരിപ്പോഴും ഭ്രമത്തിലാണ്. നമ്മളെ ഭ്രമത്തിൽ നിന്ന് പുറത്തു വന്നു, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. 3 കാര്യങ്ങളേ ഉള്ളൂ: അറിവ്, അറിവില്ലായ്മ, ഭ്രമം. ഈ ലോകത്ത് 99% ആൾക്കാരും 2ാമത്തെയും 3ാമത്തെയും കാറ്റഗറിയാണ്. അറിവുള്ളവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ നമ്മൾ എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇത് അറിവില്ലായ്മയുടെ ഒരു ജൽപ്പനമായിട്ടാണ് ഇപ്പം തോന്നുന്നത്. അത് അവരുടെ ഭ്രമമാണ് കളിക്കുന്നത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആരുടെ ആണെങ്കിലും ഇത് ഭ്രമത്തിൽ നിന്ന്, മൈൻഡിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ബോധം. അതെ, വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, കൂട്ടുകാർക്ക് ഒരു ഉപദ്രവകാരിയായിട്ട് തോന്നിയിട്ടില്ല. സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും, എല്ലാ കാര്യങ്ങളിലും. അതെ, കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് കുടുംബം ഭക്ഷണം വെച്ച് തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പേടിയുണ്ട്, ഒരു ദിവസം അവധൂതൻ ആയിട്ട് പോവുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗുഹയിലോ പോയി ഇരിക്കുകയോ, ഹിമാലയത്തിൽ പോയി തപസ്സെടുക്കുമോ എന്നൊക്കെ അവർക്ക് ചോദിക്കാറുണ്ട്. അതാണ് വിധിയെങ്കിൽ ചിലപ്പോൾ അത് നടന്നിരിക്കുന്നതാണ് ഞാൻ എപ്പോഴും മറുപടി പറയുക. അവധൂതനാകാൻ എളുപ്പമാണ്. എല്ലാം മതി വെച്ചാൽ എല്ലാം സ്റ്റോപ്പ് ചെയ്താൽ മതി. എല്ലാ പ്രവർത്തനവും നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതായി എന്നാണ് നമ്മൾ എൻ്റെ എന്താ പറയുക മുത്തശ്ശനിലൂടെ പഠിച്ചത്. അതിന് നമ്മൾ പറയുന്നത് സെൽഫ് റിയലൈസേഷൻ്റെ അപ്പുറത്തെ ലെവലാണത്. നമ്മുടെ സൈക്കോളജിസ്റ്റ് മെഹലി ചിക്സൻ്റെ ഒരു ഫ്ലോ സ്റ്റേറ്റിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടല്ലോ, ഹയറാർക്കി ഓഫ് നീഡ്സിൽ, അതിൽ ആ ട്രയാങ്കിളിൽ സെൽഫ് റിയലൈസേഷനാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ആദ്യം നീഡ്സ്, ബേസിക് നീഡ്സ്, പിന്നെ ഈ വെട്ടിപ്പിടിക്കൽ, അത് കഴിഞ്ഞാലാണ് സെൽഫ് റിയലൈസേഷൻ വരുന്നത്. ഈ സെൽഫ് റിയലൈസേഷൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സെൽഫ് ട്രാൻസെൻഡൻസ് എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ബി. അതെ, അന്ന് കുറേ നാൾ പുറത്തായിരുന്നു ജോലി ചെയ്തത്, ഇന്ത്യക്ക് പുറത്തായിരുന്നു. ഒട്ടേറെ ബിസിനസ് സംരംഭങ്ങൾ അങ്ങ് തുടങ്ങി. അങ്ങനെ ഒരു രജോ ഗുണം അങ്ങയിൽ ഉണ്ടായിരുന്നുവെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോഴും ആ രജോ ഗുണം അങ്ങയിലുണ്ടോ? ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് സത്വ ഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാവരിലും ഉണ്ട്. അത് ഏറ്റവും വലിയ എത്രയും എന്താ പറയുക അവധൂത സ്റ്റേറ്റിലെത്തിയ ഗുരുക്കന്മാരിലും ചെറിയ കുട്ടികളിലും നമുക്ക് ഇതൊക്കെ കാണാം. അതിനൊരു ജ്ഞാനികൾക്ക് മാത്രമല്ല ഉണ്ടാവുന്നത്. ഈ ഉള്ളവനുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. രജോ ഗുണം തമോ ഗുണം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. തമോ ഉള്ളവർക്ക് മാത്രമേ ഉറക്കം പറ്റുള്ളൂ. രജോ ഗുണം മാത്രമായിരുന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാതെ ഡിപ്രഷൻ സ്റ്റേറ്റിലോട്ടോ അല്ലെങ്കിൽ ഡിസോർഡർ സ്റ്റേറ്റിലേക്കൊക്കെ പോകും, രജോ ഗുണം മാത്രമാണെങ്കിൽ. അതേപോലെ തന്നെയാണ് സത്വഗുണം മാത്രമാണെങ്കിൽ ഒന്നിനും കൊള്ളില്ല രജോ ഗുണം ഇല്ലാതെ. ആക്ഷൻ ഇല്ലാതെ ഒരു
ഒരു കാര്യം നടക്കില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ സ്വാമി ആയതിനു ശേഷം എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു സ്വാമിമാരിൽ പണ്ട് ബിസിനസ് ഹെഡായിരുന്ന സമയത്ത് ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ ഡിവിനിറ്റി പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. മാക്സിമം ചെയ്യുക, അതിന് 100% എഫേർട്ട് ഇടണം. അതിൽ 1% പോലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല, അത് നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അത് തന്നെയാണ് രജോഗുണം. രജോഗുണം എവിടെയും പോയിട്ടില്ല, അങ്ങനെയുണ്ട്. തമോ ഗുണവും അതേപോലെ ഉണ്ട്, സത്വ ഗുണവും അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സത്വഗുണത്തിൻ്റെ പെർസെൻറ്റേജ് കുറച്ച് കൂടിയിട്ടുണ്ടാവും മേ ബി. ഇപ്പം എത്ര പെർസെൻറ്റേജ് കൂടിയെന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷെ രജോഗുണം ഇല്ലാതെ ഇല്ല, രജോഗുണം ഇപ്പോഴും ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നതും ഓടുന്നതും പ്രവർത്തിക്കുന്നതും നാളത്തെ പറ്റി ചിന്തിക്കുന്നത് തന്നെ രജോഗുണത്തിൻ്റെ എഫക്റ്റാണ്. നാളെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഇന്ന് രാത്രി തോന്നുന്നത്, നാളെ രാവിലെ എണീറ്റ ഉടനെ ഇന്നത് ചെയ്യണമെന്ന് നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാവുന്നത്, ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. രാവിലെ എണീറ്റ ഉടനെ അതാണ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രവർത്തികൾ ഇന്ന മണി മുതൽ ഇത്ര മണി വരെ ഇത്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഇത്, ഇതൊക്കെ രജോഗുണത്തിൻ്റെ ആക്ടിവിറ്റീസാണ്. അത് മാനേജ്മെൻറ്റ് തിയറിയിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളല്ലേ, അതൊന്നും മറക്കാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അങ്ങയുടെ ഭാവി പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഭാവി പരിപാടികൾ അത് ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്നിൽ ജീവിക്കാനാണ് ആഗ്രഹം. ഇന്നലത്തെ പറ്റി ആലോചിക്കാറുമില്ല, നാളത്തെ പറ്റി ഉത്കണ്ഠപ്പെടാറുമില്ല. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആകെ 1 മണിക്കൂർ എന്തോ ഇരുന്നുള്ളൂ. അതുപോലെ തന്നെയായിരിക്കും നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. ഭാവിയെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. ചെയ്തുകൊണ്ടേയിരിക്കുക, സന്തോഷം ആയിക്കൊണ്ടേയിരിക്കുക, ഒഴുകിക്കൊണ്ടേയിരിക്കുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക. അപ്പം നാളത്തെ പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടില്ല, ഭാവിയെപ്പറ്റിയും ചിന്തിച്ചിട്ടില്ല. ആത്മപരിവർത്തന പ്രസ്ഥാനത്തിൽ ഊന്നി നിൽക്കണമെന്നുണ്ട്. അപ്പോൾ അത് മനസ്സിൽ പറയുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ശിഷ്യഗണങ്ങളെ കൂട്ടണമെന്നുണ്ട്. അതിലിപ്പം 3-4 ശിഷ്യന്മാർ ഞങ്ങളെ ശിഷ്യനാക്കി എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ശിഷ്യഗണങ്ങളായിട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ രാവണനെ 10 തല കിട്ടിയ പോലെ നമുക്ക് 2 കൈക്ക് പകരം ചിലപ്പോൾ 4 കൈയോ 6 കൈയോ ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രവർത്തനം ഉഷാറാവുന്നതാണ് തോന്നുന്നത്. അല്ലാതെ വേറെ പ്ലാനൊന്നുമില്ല. അതെ, നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ലക്ഷ്യം അവനവനെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് നമ്മൾ ജനിച്ചത്, എന്താണ് നമ്മുടെ ലക്ഷ്യം? ഈ ചോദ്യത്തിന് തന്നെയാണ് നമ്മളെല്ലാവരും ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിന് പല മാർഗങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നുണ്ടാവാം ഓരോരുത്തരും. അവരവരുടെ വാസനയ്ക്കനുസരിച്ച്, അവരവരുടെ മനോതലങ്ങൾക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ലക്ഷ്യം ബോധ്യപ്പെട്ടവൻ പിന്നെ ജീവിക്കുന്ന ഓരോ നിമിഷവും അവൻ ആ ബോധത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. ആധ്യാത്മികതയ്ക്ക് ഒരു തടസ്സവും അവൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ ആധ്യാത്മികത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ആ ബോധപ്രാപ്തി നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു മഹാത്മാവാണ് നമ്മളോടൊപ്പം ഇന്ന് സത്സംഗത്തിനായിട്ട് നമുക്ക് ലഭിച്ചത്. സ്വാമി VKN ജിയുടെ ഈ ഒരു യാത്ര നമ്മൾ സാധകർക്ക് ഒരു പ്രചോദനമാണ്. എന്തിനും തടസ്സങ്ങൾ പറയുന്ന നമുക്ക് ഒന്നും തടസ്സമല്ല എന്ന് ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു വ്യക്തി. ഇത്രയും നേരം ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയ സ്വാമിജിയുടെ പാദങ്ങളിൽ കൂടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നമ്മൾ സാധകരോട് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? 3 കാര്യങ്ങൾ. ഒന്ന്, ബി ഫ്രീ, സ്വതന്ത്രരായിരിക്കുക. ഒരാളുടെ അടിമയാവാതെ, ആരെയും അടിമയാക്കാൻ സമ്മതിക്കാതെ സ്വതന്ത്രരായിരിക്കുക. അതാണ് ആദ്യത്തെ സന്ദേശം. 2, ബി ഹാപ്പി, സന്തോഷമായിരിക്കുക. അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, അത് ഒരു മേഘം
ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന പോലെ അത് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ദ്വന്ദ്വത്തിലും പെടാതെ, ഒരു ലേബലുകളും ഇല്ലാതെ, ഒരു പ്രശസ്തിയും ഇല്ലാതെ, പ്രശസ്തിക്ക് വേണ്ടി ഓടാതെ, ഒരു പേരിന് വേണ്ടി ഓടാതെ, ഒരു ഫോർച്യൂണിന് വേണ്ടി ഓടാതെ, ഒരു ലെഗസിക്ക് വേണ്ടി ഓടാതെ സന്തോഷമായിട്ടിരിക്കുക. അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ സന്ദേശമായിട്ട് പറയാനുള്ളത്. 3, ജസ്റ്റ് ബി. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക. ബീയിങ് ഈസ് മച്ച് ബെറ്റർ ദാൻ ബിക്കമിങ്. അതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുക. ഒന്നും നേടാനില്ല, എല്ലാം ഒരു മൂഷിക ഓട്ട മത്സരമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ സ്വസ്ഥത കിട്ടും. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ സ്വസ്ഥത വരണം, ആരോഗ്യത്തിൽ സ്വസ്ഥത വരണം, ആത്മീയതയിൽ സ്വസ്ഥത കൊണ്ടുവരാൻ കഴിയണം. 3 കാര്യങ്ങൾ ഒന്നുകൂടെ: ബി ഫ്രീ, ബി ഹാപ്പി, ജസ്റ്റ് ബി. വളരെ നന്ദി.